നമസ്കാരം. ഇന്നലെ കൊച്ചിയിലെ ഒരു കോളേജിൽ വെച്ച് നടന്ന NCC ക്യാമ്പിൽ കുറേ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടാവുകയും ഏതാണ്ട് 70ഓളം കുട്ടികളെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും ഒക്കെ ചെയ്തു. ഇന്നലെ രാത്രി മുഴുവൻ മീഡിയാസിലൊക്കെ തന്നെ ആ ഒരു വാർത്തയായിരുന്നു കാണാൻ വേണ്ടി സാധിച്ചത്. ഏതാണ്ട് 600ഓളം കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരു NCC ക്യാമ്പാണ്. വൈകുന്നേര സമയത്ത് ടീ ടൈമിൽ അവർക്ക് കിട്ടിയ സ്നാക്കിൽ നിന്നോ ഏതാണ്ടാണ് ഈ ഒരു ഭക്ഷ്യവിഷബാധ ഉണ്ടായെന്നാണ് കുട്ടികൾ സംശയം പ്രകടിപ്പിച്ചത്. അതോടൊപ്പം തന്നെ കുറേ കുട്ടികൾ കുറേ പരാതികളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്യാമ്പിലെ ഭക്ഷണമൊക്കെ തന്നെ അത്യാവശ്യം മോശമായിട്ടുള്ള ഭക്ഷണമാണ്, കഴിക്കാൻ കൊള്ളാത്ത ഭക്ഷണമായിരുന്നു. അതോടൊപ്പം തന്നെ സാബുമാരെ കുറിച്ചിട്ടും കുറേ കംപ്ലയിൻസ് വന്നു. സാബുമാരൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു, മുഖത്തൊക്കെ അടിച്ചു എന്നൊക്കെ കുറേ കുട്ടികൾ പറയുന്നത് കേട്ടു. അപ്പം ഏതായാലും ഈ ഒരു സംഭവം അറിഞ്ഞു വന്ന മാതാപിതാക്കളൊക്കെ തന്നെ ക്യാമ്പിലേക്ക് ഇടിച്ചു കയറുകയും അവിടെ സംഘർഷം ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. പോലീസുകാരൊക്കെ ഇടപെട്ടു. ഒരുപാട് അധികാരികളൊക്കെ തന്നെ അവിടെ എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ NCC ക്യാമ്പിൽ പ്രവേശിക്കാൻ യാതൊരു രീതിയിലുള്ള അനുമതിയുമില്ലാത്ത അധികാരവുമില്ലാത്ത കുറേ ഞാനൂലുകളും കൂടി അവിടേക്ക് ചെന്ന് കയറിയായിരുന്നു. കുറേ ഷോ കാണിക്കാൻ വേണ്ടി ചെന്ന് കയറിയതാണ്. ഇപ്പം അവരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഞാനൂലുകളെ കുറിച്ച് നമുക്ക് അവസാനം സംസാരിക്കാം. അപ്പോൾ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. NCC എന്ന് പറയുന്ന ഓർഗനൈസേഷൻ സാധാരണ ഒരു വോളണ്ടിയർ ഓർഗനൈസേഷൻ പോലെയല്ല, ഒരുപാട് ഡിഫറെൻ്റ് ആണ്. NCCയുടെ എയിം തന്നെ മിനി സോൾജിയേഴ്സിനെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ NCC കേഡറ്റ്സ് ഒന്നും തന്നെ ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ളൊരു സോൾജിയേഴ്സ് അല്ല. പക്ഷേ സോൾജിയേഴ്സ് ആകുന്നതിന് മുമ്പ് സോൾജിയേഴ്സിന് കുറേ ക്വാളിറ്റീസ് ഒക്കെ വേണം. ഒരു ഉത്തമ പൗരന് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റീസ് ഒക്കെ തന്നെ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ള എയിമോട് കൂടിയിട്ട് തുടങ്ങി വെച്ചിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ് NCC. നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ കീഴിലുള്ള ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ ഈ NCCയുടെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് പഞ്ച്വാലിറ്റി കുട്ടികൾക്ക് പഠിപ്പിക്കുക, സ്ട്രിക്റ്റ് ആയിട്ട് പഞ്ച്വലായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കുക, ആ ക്വാളിറ്റി കുട്ടികൾക്ക് പഠിപ്പിക്കുക, ഒരു സെൻസ് ഓഫ് ഡ്യൂട്ടി കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക, പാട്രിയോട്ടിസം, രാജ്യസ്നേഹം, ഇത്തരത്തിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ഒക്കെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ NCC എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ NCCയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് അറിയാമായിരിക്കും, അതുവരെ ഇല്ലാത്ത ഒരു പുതിയ കുട്ടികളായിട്ടായിരിക്കും അവർ മാറുന്നത്. അവർക്ക് നല്ല ലീഡർഷിപ്പ് ഉണ്ടായിരിക്കും, അവരൊക്കെ തന്നെ നല്ല സ്മാർട്ടായിരിക്കും, പഞ്ച്വലായിട്ട് ജീവിക്കാനും ഏതൊരു സാഹചര്യത്തിലും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് കുട്ടികളിൽ ഉണ്ടാക്കി കൊടുക്കും. വളരെ മിനിമൽ ആയിട്ടുള്ള സിറ്റുവേഷനാണ് നമുക്കുള്ളതെങ്കിലും മിനിമൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് എങ്ങനെ സർവൈവ് ചെയ്യണം, ഇത്തരത്തിലുള്ള വാല്യൂസും മൂല്യങ്ങളും ഒക്കെ തന്നെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഓർഗനൈസേഷനാണ് NCC. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇന്ത്യയിലുള്ള ആംഡ് ഫോഴ്സ്, ആർമി ആയിക്കോട്ടെ, നേവി ആയിക്കോട്ടെ, എയർഫോഴ്സ് ആയിക്കോട്ടെ, ഈ ആംഡ് ഫോഴ്സിലേക്ക് ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന സമയത്ത് NCC കേഡറ്റിന് പ്രത്യേക റിസർവേഷൻ ഉണ്ട്. അവർ NCC കേഡറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും മുൻഗണന ഉണ്ടാകും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഓൾറെഡി ഈ ഒരു ട്രെയിനിങ് കഴിഞ്ഞതാണ്. പഞ്ച്വലായിട്ട് ജീവിക്കാനും അല്ലാതെ നമ്മുടെ ഫിസിക്കലായിട്ട് എല്ലാ കാര്യവും, ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി എല്ലാ രീതിയിലും പഞ്ച്വലായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ജീവിക്കാനുള്ള ട്രെയിനിങ് അവർക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അതാണ് NCC കേഡറ്റിന് ഈ പരിഗണനയൊക്കെ തന്നെ കൊടുക്കുന്നത്. അപ്പോൾ ഏതായാലും ഇങ്ങനെയൊക്കെയുള്ള കാര്യമുണ്ടെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, മിനി സോൾജിയേഴ്സ് ആയിട്ട് ജീവിക്കണം. സോൾജിയേഴ്സ് അനുഭവിക്കുന്ന സിറ്റുവേഷനിലൂടെ NCC കേഡറ്റിനെയും കൊണ്ടുപോകും. ആ ഒരു എക്സ്പീരിയൻസ് NCC കേഡറ്റിന് കൊടുക്കണം. അതിനുവേണ്ടി തന്നെ ക്യാമ്പുകൾ എന്ന് പറയുന്നത് ഒട്ടും ലക്ഷറീസ് ആയിരിക്കത്തില്ല. ക്യാമ്പുകളിൽ കേഡറ്റ്സിന് വളരെ മിനിമൽ ആയിട്ടുള്ള സൗകര്യങ്ങൾ മാത്രമേ കൊടുക്കത്തുള്ളൂ. അപ്പം ഈ മിനിമൽ ആയിട്ടുള്ള സൗകര്യങ്ങളിൽ നിന്ന് കുട്ടികൾ പഠിക്കണം, സർവൈവ് ചെയ്യണം. 10 ദിവസത്തെ ക്യാമ്പ് കഴിയുമ്പോഴേക്കും അവർ ഈ കാര്യങ്ങളൊക്കെ തന്നെ പഠിച്ചിരിക്കും. അപ്പം ഇത് NCCയെ കുറിച്ച് ഞാനൊരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് തന്നതാണ്. അപ്പം ഇത്തരത്തിലുള്ള മിനിമൽ ആയിട്ടുള്ള സൗകര്യത്തിലായിരിക്കും ഒരു ക്യാമ്പ് പ്രവർത്തിക്കുന്നത് എങ്കിൽ പോലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കുട്ടികളുടെ ഹെൽത്ത്. അതിന് പ്രൈമറി ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം. അപ്പോൾ ഹെൽത്തിന് വിട്ടുവീഴ്ച വരുന്ന എന്തെങ്കിലും സാഹചര്യം ആ ക്യാമ്പിൽ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ അധികാരികളെ ശിക്ഷിക്കുക തന്നെ ചെയ്യണം. ഇവിടെ അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രശ്നം തന്നെയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഫുഡ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് ടേസ്റ്റിലുള്ള ഫുഡ് കൊടുക്കണമെന്നല്ല. NCC ക്യാമ്പിലുള്ള ഫുഡ് ഒന്നും തന്നെ വലിയ ടേസ്റ്റുള്ള ഫുഡല്ല. ഞാൻ കഴിച്ചിട്ടുള്ളതാണ്, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ 5 വർഷം NCC പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്, ഒരു ഫോമർ കേഡറ്റാണ്. സോ ഐ നോ. അപ്പം
ഒത്തിരി ടേസ്റ്റുള്ള ഫുഡ് അല്ലെങ്കിൽ പോലും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് യാതൊരു രീതിയിലുള്ള വിട്ടുവീഴ്ചയും ആരും വരുത്താൻ പാടില്ല. NCC എന്ന് പറയുന്ന ഓർഗനൈസേഷന് തന്നെ കളങ്കം വരുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ആ പരിപാടി ആരും ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അങ്ങനെ ഒരു വിട്ടുവീഴ്ച അവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരാണോ ആ വിട്ടുവീഴ്ച വരുത്തിയത് അവർക്ക് ശിക്ഷ കൊടുക്കുക തന്നെ ചെയ്യണം. ഇനി രണ്ടാമതായിട്ട് വേറൊരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവിടേക്ക് കുറേ ഞാനൂലുകൾ നുളഞ്ഞു കയറി പ്രശ്നം ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടെ പേരൻസിന് വന്ന് പ്രശ്നം ഉണ്ടാക്കാം. കാരണം പേരൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തരവാദിത്വമാണ് കുട്ടികൾ. അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് കേൾക്കുമ്പോൾ ഉറപ്പായിട്ടും പേരൻസ് അവിടേക്ക് വരും, പ്രശ്നമുണ്ടാക്കും. അവിടെ പോലീസുകാർക്ക് വരാം, ബന്ധപ്പെട്ട അധികാരികൾക്ക് വരാം, MLA-മാരായിക്കോട്ടെ MP-മാരായിക്കോട്ടെ, അങ്ങനെ അധികാരത്തിലിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ തന്നെ അവിടേക്ക് ചെല്ലാനുള്ള അനുമതിയുമുണ്ട്, അവകാശവുമുണ്ട്. പക്ഷെ അല്ലാത്ത പക്ഷം വേറെ ആർക്കും, അതായത് ഈ തെരുവിലൂടെ ഈങ്കുല വിളിച്ചുകൊണ്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, ഇവർക്കൊന്നും തന്നെ അകത്തേക്ക് പ്രവേശിക്കാൻ അനുമതിയില്ല. പക്ഷേ അനുമതിയില്ലാതെ ഇന്നലെ ആ ക്യാമ്പിലേക്ക് കുറേ SFI പ്രവർത്തകർ ചെന്ന് കയറുക മാത്രമല്ല, പെൺകുട്ടികളുടെ ബാരക്കിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിക്കുകയും പെൺകുട്ടികൾ തടഞ്ഞപ്പോൾ ആ പെൺകുട്ടികളോട് മോശമായിട്ട് സംസാരിച്ചു. ഇന്നലെ മുഴുവൻ വാർത്തകളിൽ ഒരു പെൺകുട്ടി വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ആ പെൺകുട്ടിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്ക് അഭിമാനം തോന്നി. വളരെ ബോൾഡായിട്ട് ധൈര്യത്തോടു കൂടിയിട്ട് ഒരു SFI പ്രവർത്തക തങ്ങളെ വന്നിട്ട് മോശമായിട്ട് ചിത്രീകരിച്ചു, തങ്ങളോട് തങ്ങളുടെ സാബുമാരെ കണക്ട് ചെയ്ത് പറഞ്ഞു. അതായത് സാബുമാർക്ക് കൂട്ടിക്കൊടുപ്പാണ് ഇവളുമാരുടെ പണി എന്നുള്ള രീതിയിൽ ആ SFI പ്രവർത്തക ആ കുട്ടികളോട് സംസാരിച്ചു. എന്തൊരു മോശമാണെന്ന് ആലോചിച്ച് നോക്കി. അവളുമാർക്ക് എന്താണ് അധികാരം? ക്യാമ്പിലേക്ക് പ്രവേശിക്കാനും ക്യാമ്പിൽ ഇടിച്ചു കയറി പെൺകുട്ടികളുടെ ബാരക്കിലേക്ക് പോയി അന്വേഷിക്കാൻ ഇവർക്ക് യാതൊരു രീതിയിലുള്ള അധികാരവും. അതുകൊണ്ട് തന്നെയാണ് പോലീസുകാർ ഇപ്പോൾ SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തതും അവരെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നതും. അപ്പം ആവശ്യമില്ലാത്ത സ്ഥലത്തേക്ക് ഇടിച്ചു കയറി എന്ത് ഷോയും കാണിക്കാം എന്നുള്ളൊരു വിചാരം ഇവിടെയുള്ള സാധാരണ ഈ രീതിയിലുള്ള SFI പ്രവർത്തകരായിക്കോട്ടെ അത്തരത്തിലുള്ള പ്രവർത്തകർക്കുണ്ട്. NCC ക്യാമ്പ് എന്ന് പറയുന്നത് ഇവളുമാർക്ക് ഷോ കാണിക്കാനുള്ളൊരു സ്ഥലമല്ല. ഒരു സോൾജിയേഴ്സ് താമസിക്കുന്ന ഒരു സ്ഥലം, അങ്ങനെ വേണം അതിനെ കണക്കാക്കാൻ. അപ്പോൾ കൃത്യമായിട്ടുള്ള അനുമതി ഇല്ലാതെ ഒരു ഞാനൂലുകൾക്കും അതിനകത്തേക്ക് കയറി പ്രവേശിക്കാനുള്ള അനുമതിയില്ല. അവിടെ കയറി ഷോ കാണിക്കാനുള്ള അനുമതിയില്ല. അത് തെറ്റായിപ്പോയി. എന്തായാലും അവർക്കെതിരെ കേസെടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. ആ കുട്ടി പ്രതികരിച്ചതിൽ എന്തോ ഒരു അർത്ഥമുണ്ടായി. എന്നാലും അവിടേക്ക് വന്ന ഒരു MLA ഒക്കെ അവിടേക്ക് വന്നായിരുന്നു. ആ MLA ആ കുട്ടികളുടെ ഒപ്പമാണ് നിന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ മാക്സിമം ശ്രദ്ധിച്ചിട്ട് വേണം ഒരു NCC ക്യാമ്പ് നടത്താൻ. അതോടൊപ്പം തന്നെ NCC ക്യാമ്പിൽ കയറി ഷോ ഓഫ് കാണിക്കാനുള്ള അവകാശം എല്ലാ ഞാനൂലുകൾക്കും ഇല്ല എന്നും കൂടി ആൾക്കാർ മനസ്സിലാക്കുക.